നിവാസികൾ ഇന്ന് അധികാരികളുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫുഡിന് ഒരു പഴുതാരേനെ കിട്ടി. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന പോലെ വാർഡനെയും പ്രിൻസിപ്പലിനെയും എല്ലാം നമ്മൾ മാക്സിമം കയറി ഇറങ്ങി കണ്ടു. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്തു. ഇതുവരെ ഹെൽത്ത് ഇൻസ്പെക്ഷൻ പോയിട്ട് അവിടെ ആരും ചെക്കിങ്ങിന് വന്നിട്ടില്ല. വിദ്യാർത്ഥികളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്നിട്ട് അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്തു തരുന്നില്ല. അതുപോലെ തന്നെ നമുക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത് LHൽ ഉറപ്പുവരുത്തുന്നില്ല. അവരുടെ ബിൽഡിങ്ങിലത്തെ അവസ്ഥയെല്ലാം കാണേണ്ടതാണ്. പൊട്ടി വീഴാനായി കിടക്കുന്ന റൂമുകളും മതിലുകളുമാണ്. ഇതിനെല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഹോസ്റ്റലിൽ അത് സാധാരണമാണെന്നുള്ള രീതിയിലാണ് അധികാരികൾ ഞങ്ങളോട് പ്രതികരിക്കുന്നത്. ഇതിന് നമ്മൾ ചോദിക്കുമ്പോൾ ഓക്കെ അതൊക്കെ അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് നമ്മൾ പോകുന്നതിന് പകരം മുന്നേ ഞങ്ങൾ ഇതെല്ലാം മുന്നിൽ കണ്ട് ഞങ്ങൾ അവർക്ക് ആവശ്യങ്ങളായി പോകുമ്പോൾ അവർ ഞങ്ങളെ പാടെ അവഗണിച്ച് വിടുകയാണ്. സെപ്റ്റിക് ടാങ്ക് ഒരു വീട്ടിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും വേണ്ട ഒരു ബേസിക് സാധനമാണ് സെപ്റ്റിക് ടാങ്ക്. പക്ഷെ ഇത്രയും ഇൻമേറ്റ്സിന് വേണ്ട കപ്പാസിറ്റിയിൽ ഒരു സെപ്റ്റിക് ടാങ്ക് അവിടെ ഇല്ല. ഇത് കാരണം വർഷങ്ങളായി സെപ്റ്റിക് ടാങ്ക് എന്ന ലീക്കേജ് ഇഷ്യൂ ഞങ്ങൾ ഇൻമേറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അത് കാരണം റൂമുകൾ അടക്കേണ്ട അവസ്ഥ വരുന്നു. ഇൻമേറ്റ്സ് അതിന്റെ സ്മെല്ല് സഹിച്ചിട്ട് ജീവിക്കുന്നു. സെപ്റ്റിക് ടാങ്കും നമ്മുടെ വാട്ടർ ടാങ്കും തമ്മിൽ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് ഇല്ല. 10 മീറ്റർ അകലം പോലും ഇല്ല. അത് കാരണം ഞങ്ങൾ പല ഹെൽത്ത് ഹസാർഡ്സും ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു പ്രശ്നമായി വന്നിട്ട് പ്രതികരിക്കാനുള്ള രീതിയിലാണ് അധികാരികൾ നിൽക്കുന്നത്. ഞങ്ങൾക്കതല്ല, ഇതിനെല്ലാം മുന്നേ ഒരു പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒന്നും സംഭവിച്ചിട്ടല്ല, സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഫുൾ LH ഇൻമേറ്റ്സും ഇറങ്ങിയത്. സെപ്റ്റിക് ടാങ്കിന്റെ ഇഷ്യൂ ശരിക്കും 5-6-7 വർഷമായിട്ട് പല യൂണിയൻ കയറി ഒരു പെർമനന്റ് ഇഷ്യൂ വേണ്ടി കുറെ നാളായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സെപ്റ്റിക് ടാങ്കിന്റെ ലീക്കേജ് കാരണം 9 റൂമുകളാണ് അടച്ചത്. ഈ കോളേജിൽ 25% ആൾക്കാരാണ് ഇപ്പൊ LH താമസിക്കുന്നത്. അതിന്റെ അളവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റൽ ഓഫീസിൽ അറിയാം അലോട്ട് ചെയ്ത പിള്ളേരുടെ എണ്ണം ഇപ്പൊ കുറയാണ്. അതും സെപ്റ്റിക് അത്ര ഒരു ബേസിക് ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്റ്റലാണ് ഞങ്ങൾ ഇത്ര 700 പേര് താമസിക്കുന്നത്. അതിന്റെ സ്മെല്ല് സഹിച്ചാണ് ഇവിടെ താമസിക്കുന്നത് എല്ലാവരും. എത്ര ഹെൽത്ത് ഇഷ്യൂസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നതെന്ന് അറിയോ? അത് മാത്രമല്ല ന്യൂ ബ്ലോക്കിലൊക്കെ വാട്ടർ പ്രൂഫിന്റെ ഇഷ്യൂ കാരണം ഇപ്പൊ പുതിയോട്ട് റിനോവേറ്റ് ചെയ്തൊരു ബിൽഡിംഗ് ആണത്. ആ ബിൽഡിംഗിൽ പോലും വാട്ടർ പ്രൂഫിന്റെ ഇഷ്യൂ കാരണം ഫംഗസ് ആയിട്ട് കുട്ടികൾക്ക് പല ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ സുരക്ഷിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവര് LHന്ന് വിട്ടുപൊക്കോളൂ എന്നാ പറഞ്ഞത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച മെറിറ്റിലാണ് നമ്മൾ ഇവിടെ കോളേജിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മളോട് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇറങ്ങി പോകൂ എന്നാണ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അധികാരികളുടെ മറുപടി. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആദ്യം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പളിന്റെ. അപ്പൊ പ്രിൻസിപ്പളിന്റെ റെസ്പോൺസ് എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ ചോദിച്ചത് പ്രകാരം ഇവിടെ ഒരു കുട്ടി മരിച്ചാൽ ഇതെല്ലാം ശരിയാക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലും നമുക്ക് മേലധികാരികളിൽ നിന്ന് കിട്ടിയ മറുപടി എന്താന്ന് വെച്ചാല് മരിച്ചാൽ പോലും ഇതൊക്കെ അടച്ചു പൂട്ടത്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യങ്ങൾക്കും ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള മറുപടിയാണ് ഉണ്ടായത്. ഇത് സർക്കാർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന സർക്കാർ ഹോസ്റ്റലുകളിൽ അവിടുന്ന് ഒക്കെ നിങ്ങൾ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ എന്നുള്ള റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പരീക്ഷ ചെയ്ത് മെറിറ്റിൽ ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടേണ്ട അവകാശമാണ് ഞങ്ങളുടെ ഹോസ്റ്റലും അവിടുത്തെ സൗകര്യങ്ങളും. അതുപോലും ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ്. ബേസിക് ഫെസിലിറ്റി സെപ്റ്റിക് ടാങ്ക് പോലും ഇവിടെ ഇല്ല. ഇനി കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി LHന്. ഗവൺമെന്റ് ഹോസ്റ്റലാണ്, ഇത്രയേ പറ്റൂ, വേണ്ടവർ ഇവിടെ സൗകര്യമുള്ളവർ നിന്നാ മതി എന്നാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ പൊക്കോളം ഞങ്ങൾ എടുത്ത് പറഞ്ഞു 700 പൊക്കോളാൻ പറഞ്ഞു, അടച്ചു പൂട്ടിക്കോളാന്ന് പറഞ്ഞു. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ തവണ സബ്മിഷൻസ് ആയിട്ട് കയറി ഇറങ്ങുകയാണ് അധികാരികളുടെ മുന്നിൽ.